ബദറിൽ ഷഹീദായവർ ആരൊക്കെയാണ്? ആ ബദറിൽ ഷഹീദായത് 14 പേരാണ്. അവരിൽ 6 പേര് മുഹാജിറുകളായ സ്വഹാബികളായി, 8 പേര് അൻസ്വാറുകളായ സ്വഹാബികളുമാണ്. ബർക്കത്തിന് വേണ്ടി അവരുടെ പേര് പെട്ടെന്ന് വായിക്കുകയാണ്. പേര് പറയുമ്പോഴൊക്കെ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ദുശ്ശിമാലൈനി അബ്ദു അംർ റളിയല്ലാഹു അൻഹു, 2 സഫ്വാൻ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു, 3 ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, 4 ഉബൈദത്ത് ഇബ്നുൽ ഹാരിത്ത് ഇബ്നുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, 5 ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, 6 മിഹ്ജഅ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ഈ 6 പേരാണ് മുഹാജിറുകളിൽപ്പെട്ട് സ്വഹാബികളിൽ ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകൾ. എന്നാൽ അൻസാറികളിൽപ്പെട്ട 8 സ്വഹാബികളുമുണ്ട്. ആ 8 പേരാരാണ്? ഒന്ന് ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു, 2 റാഫി' ഇബ്നുൽ മുഅല്ല അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, 3 സഅദ് ഇബ്നു ഖൈസമ അൽ ഔസി റളിയല്ലാഹു അൻഹു, 4 ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു, 5 ഔഫ് ഇബ്നുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, 6 മുഅവ്വിദ് ഇബ്നുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, 7 യസീദ് ഇബ്നുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, 8 മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ അൽ ഔസി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ മുഹാജിറുകളിൽപ്പെട്ട 6 പേരും അൻസാറുകളിൽപ്പെട്ട 8 പേരും അടങ്ങുന്ന 14 പേരാണ് ബദർ രണാങ്കണത്തിൽ ഷഹീദായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനി അവരുടെ ഹ്രസ്വമായ ചെറിയ രൂപത്തിലുള്ള ഒരു ജീവചരിത്രം, ഒരു അല്പം അവരെ തൊട്ട് നമുക്ക് പോകാം. അല്ലാഹു അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലുടനീളം നൽകുമാറാവട്ടെ. ഒന്നാമതായി മഹാനായ ദുശ്ശിമാലൈനി അബ്ദു അംർ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ച മഹാനാണ്. നല്ല ധീരത പ്രകടിപ്പിച്ച വ്യക്തിയാണ്. ഷഹീദാകുന്നത് വരെ യുദ്ധരണാങ്കണത്തിൽ പോരാടിയ മഹാനാണ്. മുശ്രിക്കുകളിൽപ്പെട്ട ഉസാമത്തുൽ ജൂശമി എന്ന ആളാണ് അദ്ദേഹത്തെ വധിച്ചത്. രണ്ടാമത്തത് സഫ്വാൻ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ്. തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനി മുഴക്കി. അത് വല്ലാത്തൊരു ഊർജമാണ്, ആത്മീയ ആവേശമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നു. അങ്ങനെ ബദർ രണാങ്കണത്തിൽ തുഐമത്ത് ബിനു അലി ഇബ്നു നൗഫൽ എന്ന ആളാണ് മഹാനവറുകളെ വധിച്ചത്. മൂന്നാമത്തത് ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്ത പ്രഥമ സ്വഹാബിയാണ് ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഗാഫിൽ എന്നാണ്. ഗാഫിൽ എന്ന വാചകത്തിന്റെ അർത്ഥം അശ്രദ്ധൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മാറ്റിയിട്ട് ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നാണ് എന്ന പേരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഒരു നല്ല പേരിട്ട് കൊടുക്കണം എന്ന് മനസ്സിലായി. അഥവാ തെറ്റായ രൂപത്തിലുള്ള തെറ്റായ അർത്ഥത്തിലുള്ള പേരാണോ മക്കൾ കിട്ടുന്നത് എങ്കിൽ ആ പേര് മാറ്റണം എന്നും ഇതിൽ നിന്ന് മനസ്സിലായി. അല്ലാതെ നമുക്കിഷ്ടമുള്ള ഏതോ ഒരു പേരിട്ട് അപ്പുറവും ഇപ്പുറവും ഒപ്പിച്ച് പിന്നെ അതിൻ്റെ അർത്ഥം ഉസ്താദുമാരോട് ചോദിക്കുന്നതിന് പകരം ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഉസ്താദേ എൻ്റെ കുട്ടിക്ക് ഒരു നല്ല പേര് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ബർക്കത്തിന് വേണ്ടി ഉസ്താദുമാരുടെ ആ നല്ല ഷറഫാക്കപ്പെട്ട നാവിലൂടെ പറഞ്ഞാൽ അത് ബർക്കത്താണ്. അല്ലാതെ നമ്മൾ പറഞ്ഞൊരു പേര് അതിൻ്റെ അർത്ഥം ഉസ്താദുമാർ കണ്ടെത്തുക എന്ന പ്രയോഗം എന്ന ആ ശൈലി നമ്മൾ പാടെ മാറ്റണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 4 ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് ഇബ്നുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ദീനി പ്രബോധനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ
പ്രത്യേക സ്ഥാനവും പദവിയും ലഭിച്ച ഭാഗ്യവാനാണ്. ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുശ്രിക്കുകളിൽ നിന്നും ഉത്ബയും അവന്റെ സഹോദരൻ ഷൈബയും മകൻ വലീദും, ആരൊക്കെ? ഉത്ബയും ഷൈബയും വലീദും, ഇവര് മുന്നോട്ട് വന്നിട്ട് വീരവാദം മുഴക്കുകയാണ്. ആരാണ് ഞങ്ങളെ നേരിടാൻ വരുന്നത് എന്നും പറഞ്ഞിങ്ങനെ മുഴക്കുകയാണ്. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതി പ്രകാരം മഹാനായ ഹംസത്തുൽ ഫറാർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അവരിലേക്ക് പുറപ്പെട്ടു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ നേരിടുകയും അവനെ വധിച്ചു കളയുകയും ചെയ്തു. ബദർ ദിനത്തിൽ ഏറ്റവും പ്രായമുള്ള മഹാനാണ് ഉബൈദ റളിയല്ലാഹു അൻഹു. ഉത്ബയെ നേരിടുകയാണ്. പോരാട്ടത്തിനിടയിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വെട്ട് ഉത്ബയുടെ ചുമലിനേൽക്കുകയും, പക്ഷേ ചതിയിലൂടെ അതാ ഉത്ബയുടെ വെട്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തുടക്ക് പതിയുകയും ചെയ്തു. അപ്പോഴാണ് ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് പിടയുകയാണ്, ഉത്ബ ഒരു ഭാഗത്തുണ്ട്. ഉടനെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ചാടി, അലി റളിയല്ലാഹു അൻഹു ചാടി, ഉത്ബയുടെ നേരെ ചാടി വീണു ഉത്ബയെ വധിക്കുകയാണ്. എന്നാൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നീക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മടിയിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ തല വെച്ച് മുഖത്തുള്ള പൊടികൾ ഇങ്ങനെ തുടച്ച് നീക്കുകയാണ്. മടുത്തിടാ തടർ നടന്നിടയൊത്തുമത്തിൽ അടുത്തതാച്ചീറി ഉബൈദത്ത് കാടിച്ചതാക്കീറി പിടിവലി അടിയിട് ചൊടിയോട് തുടർന്നിടയുഷിയോട് പറ്റുന്ന ചടി പറ്റുന്നേ ഒറ്റ വേട്ട് തുടക്ക് ഏറ്റ് പരുക്ക് കൊണ്ട് പിടക്കുന്നേ കണ്ട് മണ്ടിയെടുത്ത് കൊണ്ടലി ഹംസ അണ്ണി നടപോകുന്നേ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശരീരവുമായി കൊണ്ടുപോയി. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശർഫാക്കപ്പെട്ട മടിത്തട്ടിൽ വെച്ച് അവിടുത്തെ ശരീരഭാഗങ്ങളിലെ പൊടികൾ ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ്. മുഖത്തുള്ള പൊടികളും ശരീരത്തിലുള്ള പൊടികളൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോ വേദന ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. കാരണം കാലറ്റ് പോയതാണല്ലോ. കാലറ്റ് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, യുദ്ധക്കളത്തിൽ വെച്ച് അല്ലാതെയാണ് എന്റെ മരണം സംഭവിക്കുന്നത് എങ്കിൽ ഞാൻ ഷഹീദാകുമോ? ആലോചിച്ചു നോക്കൂ, ഷഹീദാവുക എന്നത് അത്രയും കൊതിച്ച മഹാൻ ചോദിക്കുകയാണ്, നബിയേ, ഞാൻ ഈ യുദ്ധക്കളത്തിലല്ല വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ എന്റെ മരണം സംഭവിക്കുന്നത് എങ്കിൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, നാം യാ ഉബൈദ, അതെ, നിങ്ങൾക്കും ആ ഷഹീദിന്റെ പദവി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതങ്ങ് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഉബൈദ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. അങ്ങനെ അന്നത്തെ രാത്രി ബദർ യുദ്ധം കഴിഞ്ഞു. അന്നത്തെ രാത്രി ഇങ്ങനെ അവർ പോവുകയാണ്. തിരിച്ചു പോകുന്നതിനിടയിൽ മദീനയുടെയും ബദറിന്റെയും ഇടക്കുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് സൊഫ്ര. ആ സൊഫ്ര എന്ന സ്ഥലത്ത് വെച്ച് ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് 63 വയസ്സായിരുന്നു. അവിടെ തന്നെയാണ് മഹാനവറുകളെ മറവ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 10 വയസ്സ് പ്രായം ചെന്നവരാണ് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ഒരുക്കി വെച്ച ആ ഖബറിലേക്ക് ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ ഖബറിലേക്ക് ഇറങ്ങുന്നു.
അത് തന്നെ പോലെ ഖബർ പ്രകാശപൂരിതമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹം രക്തസാക്ഷിയാണ്, അദ്ദേഹം ഷഹീദാണ് എന്ന സർട്ടിഫിക്കറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തു. അത്രയും വലിയ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഉബൈദ റളിയല്ലാഹു അൻഹു. ആ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ രംഗം മഹാന്മാർ ഓരോ വരികളിലായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉത്ബത്തും ശൈബത്തും നബിയോരെ എതിർത്ത് ഉടനടി അലി ഹംസ ഒരു കുത്ത് കൊടുത്ത്, ഒരു വെട്ട് കൊടുത്തപ്പോൾ അലി ഹംസ തടുത്ത്. ഉത്ബത്തും ശൈബത്തും നബിയോരെ എതിർത്ത് ഉടനടി അലി ഹംസ ഒരു കുത്ത് കൊടുത്ത്, ഒരു വെട്ട് കൊടുത്തപ്പോൾ അലി ഹംസ തടുത്ത്. ഉത്ബത്തും ശൈബത്തും വലീദും മറിഞ്ഞല്ലോ, അല്ലാഹ് നേരായ മാർഗം തെളിച്ചല്ലോ. തുമ്പത്തും ശൈബത്തും വലീദും മറിഞ്ഞല്ലോ, അല്ലാഹ് നേരായ മാർഗം തെളിച്ചല്ലോ. അസ്ദുലില്ലാഹി റളിയല്ലാഹു ചാടിത്തസ്വദ് അവിടന്ന് മാറേട, അസ്ഹബർഹൂദിനാരേട, ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട, ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട. അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ്. അഞ്ചാമതായി ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു? ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. 16 വയസ്സ് പോലും തികയാത്ത ചെറിയ കുട്ടിയാണ്. പ്രായം ചെറുതാണെങ്കിലും ഹൃദയത്തിൽ വിശ്വാസത്താൽ പ്രകാശിക്കുന്ന വലിയ പ്രഭയുള്ളവരായിരുന്നു. അവയവങ്ങളെല്ലാം ധർമ്മസമരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചലിപ്പിക്കുകയും ചെയ്ത മഹാനാണ് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മുസ്ലിം സൈന്യം ബദറിലേക്ക് പുറപ്പെടുകയാണ്. സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ യുദ്ധത്തിന് വരേണ്ടതില്ല, കുട്ടികൾ യുദ്ധത്തിന് വരേണ്ടതില്ല, തങ്ങളുടെ നിർദ്ദേശമാണ്. അപ്പോഴാണ് കാന സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വ അഖൂഹു ഉമൈർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ സഹോദരനാണ് ഉമൈർ റളിയല്ലാഹു അൻഹു. ഇബ്നു അബി വഖാസിൻ, രണ്ടുപേരും അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. ആരെല്ലാം? ഒന്ന് സഅദ് റളിയല്ലാഹു അൻഹു, അവർ ജ്യേഷ്ഠനാണ്. മറ്റേതോ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്, അവർ അനുജനാണ്. ആ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് 16 വയസ്സ് പോലും തികയാത്തവരാണ്. അങ്ങനെ നിൽക്കുന്നവർ ഫീ ജയ്ശിൽ മുസ്ലിമീന യൗമ ബദ്രിൻ, ബദർ ദിവസത്തിൽ മുസ്ലിങ്ങളുടെ സൈന്യത്തിലാണ് അവർ അണിനിൽക്കുന്നത്. അങ്ങനെ ആ അണിനിൽക്കുന്ന സമയം അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളാണല്ലോ, സഅദ് റളിയല്ലാഹു അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു. അവരിങ്ങനെ സൈന്യത്തിൽ നിൽക്കുമ്പോൾ ഫജഅല ഉമൈർ റളിയല്ലാഹു അൻഹു യതവാറാ, അപ്പൊ ചെറിയ കുട്ടിയായ ഉമൈർ റളിയല്ലാഹു അൻഹു ഒന്ന് ഒളിഞ്ഞും മറിഞ്ഞും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും മറിഞ്ഞും നിൽക്കുകയാണ്. അങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞിങ്ങനെ നിന്നപ്പോ ജ്യേഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഫഖാല സഅദുൻ, സഅദ് ചോദിച്ചു, ജ്യേഷ്ഠനാണ്, മാലക യാ അഖീ, അല്ലയോ സഹോദരാ, എന്താണ് നീ എന്താണ് ഇങ്ങനെ കളിക്കുന്നത്? എന്താണ് ഇങ്ങനെ ഒളിഞ്ഞും തിരിഞ്ഞും അറിഞ്ഞും ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? അപ്പോഴാണ് ആ ചെറിയ പിഞ്ചുകുട്ടിയുടെ ആ ഒരു വലിയ സംസാരം. എന്താണത്? ആ കുട്ടി പറയുകയാണ്, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുമെന്നുള്ള പേടിയാണ് എനിക്കുള്ളത്.
അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, എന്തേ എന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടാൽ, വഇദാ റആനി എന്നെ കണ്ടാലോ ഇസ്തസ്വറനി, ഞാൻ ഒരു ചെറിയ കുട്ടിയാണല്ലോ, എന്നെ ചെറുതായി കാണുമല്ലോ. ആ കുട്ടിയുടെ ആവേശം എത്രമാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. യുദ്ധക്കണമെന്ന് പറഞ്ഞാൽ ബിരിയാണി വിളമ്പലല്ലോ, അല്ലെങ്കിൽ മിഠായി കൊടുക്കുന്ന സ്ഥലമല്ലല്ലോ. ഈ കുട്ടി അതാ ആഗ്രഹിക്കുന്നു, ഞാൻ ചെറുതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ റദ്ദനീ, എന്നെ മടക്കി അയക്കുമല്ലോ. അപ്പൊ എന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടാൽ എന്നെ മടക്കി അയക്കുമെന്ന് ബേജാറായിക്കൊണ്ടാണ് അങ്ങനെ ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. എന്നിട്ട് തീർന്നിട്ടില്ല. ആ കുട്ടി പറയുന്നു, അന ഉഹിബ്ബുൽ ഖുറൂജ, ഞാനാണെങ്കിലോ യുദ്ധത്തിന് പോരാൻ വല്ലാതെ കൊതിക്കുന്ന ആളാണ്. എനിക്ക് യുദ്ധം ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ കുട്ടി പറയുന്നു. എന്നിട്ട് തീർന്നിട്ടില്ല. ആ കുട്ടി വീണ്ടും പറയുകയാണ്, ലഅല്ലല്ലാഹു അൻ യർസുഖനി ഷഹാദ, ഞാൻ ഈ വരുത്തത്തിൽ ബദറിലേക്ക് വന്ന് പോരാടി കഴിഞ്ഞാൽ പടച്ച റബ്ബ് എനിക്ക് ഷഹാദത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്ഥാനം എനിക്ക് നൽകിയാലോ, ഞാൻ അത് ആഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നെ ഒരു രക്ഷല്ല. ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കഴിഞ്ഞ ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, അവിടുത്തെ മുമ്പിൽപ്പെട്ടു, അവിടുത്തെ കൺമുമ്പിൽപ്പെട്ടു. പിന്നെ ഒരു രക്ഷയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറദഹു, ആ കുട്ടിയെ മടക്കി അയക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആ കുട്ടി ചെറിയ കുട്ടിയാണല്ലോ. നമ്മുടെ നിർദ്ദേശം എന്താണ്? കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല, സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഈ കുട്ടിയെ മടക്കി അയക്കുകയാണ്. അപ്പ ആ കുട്ടി കരയാണ്, വല്ലാത്ത കരച്ചിൽ. നമ്മളെ വീട്ടിൽ നിന്ന് ഒന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ കരയും. ആ മക്കൾ കരയുന്നതിനാണ് എന്താണ്? ആ മക്കൾ കരയുന്നത് ഒന്ന് അങ്ങാടിയിലേക്ക് പോകാനാണ്. അങ്ങാടിയിലേക്ക് പോയാൽ ആ കുട്ടിക്ക് മുട്ടായി കിട്ടും, അല്ലെങ്കിൽ ചോക്ലേറ്റ് കിട്ടും. ഇതാഗ്രഹിച്ചുകൊണ്ട് ഈ കുട്ടി ഒന്ന് പോരാൻ വേണ്ടി കരയാണ്. ചിലപ്പോൾ അങ്ങാടിയിലേക്ക് എത്തുന്നത് വരെ ആ കുട്ടി പോരാൻ ഉദ്ദേശിച്ചുവെങ്കിൽ ആ കുട്ടിയെ നമ്മുടെ ബൈക്കിൽ കയറ്റുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഉമയ്ർ റളിയല്ലാഹു അൻഹു കരയുന്നത് എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിൽ നിന്ന് യുദ്ധത്തിന് വരാനുള്ള സമ്മതം കിട്ടണം എന്ന ലക്ഷ്യം കൊണ്ട് കരയാണ്. കരഞ്ഞു, കുട്ടി കരഞ്ഞു 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 കരഞ്ഞു. അങ്ങനെ ജിഹാദിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം കൊടുത്തു, അനുമതി കൊടുത്തു. 16 വയസ്സ് പോലും തികയാത്ത ഉമയ്ർ റളിയല്ലാഹു അൻഹുവിനെ സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ സമ്മതം കൊടുത്തു. ബദറിൽ ധീരമായി പോരാടുകയാണ്. ആ ധീരമായ പോരാട്ടത്തിനിടയിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അംർ ഇബ്നു അബ്ദുബത്ത് എന്ന ആളാണ് ആ ഉമയ്ർ എന്ന് പറയുന്ന 16-കാരനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആറാമത്തത് മിഹ്ജഅ് ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു. ആരാണ് മിഹ്ജഅ് ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു? മഹാനവറുകൾക്ക് മിഹ്ജഅ് മൗല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന പേരുമുണ്ട്. അദ്ദേഹം യമനുകാരനാണെന്നും പിന്നീട് അടിമയാക്കപ്പെടുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് മൗല ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയ. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ അണികളിൽ നിന്നും ആദ്യമായി രക്തസാക്ഷിയായത് മിഹ്ജഅ് റളിയല്ലാഹു അൻഹു ആണ് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്.
അമ്പേറ്റുകൊണ്ടാണ് മഹാനവറുകൾ ഷഹീദാവുന്നത്. ആമിർ ബിൻ ഹളറമി എന്ന ആളാണ് അമ്പ് ചെയ്തത്. ആ അമ്പ് തുളച്ചു കയറിക്കൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ മുഹാജിറുകളായ 6 പേരെ നമ്മൾ പരാമർശിച്ചു. ഇനി അൻസാറുകളായ 8 സ്വഹാബികൾ. അവർ ആരാണ്? അവരിൽ ഒന്ന് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, സൂക്ഷ്മതയുള്ള ആളാണ്, സാഹിദാണ്. സാഹിദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വിരക്തിയുള്ളവർ എന്നതാണ് അതിന്റെ അർത്ഥം. ദുനിയാവ് വേണ്ട എന്ന് ചിന്തിച്ചവർ, ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, മനസ്സിൽ ഒരു കൊതിയുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് ഷഹീദായി മരിക്കണം, ഇത് തന്നെയാണ് കൊതി. അങ്ങനെ ഷഹീദായി മരിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അങ്ങനെ ശത്രുക്കളുടെ ചലനങ്ങളും പ്രതിരോധ നീക്കങ്ങളും യുദ്ധസന്നാഹങ്ങളും വീക്ഷിക്കുന്ന നിരീക്ഷകനായിരുന്നു മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹു. അതിങ്ങനെ വീക്ഷിക്കുന്നതിനിടയിൽ അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഹൗദിന്റെ അരികിൽ നിൽക്കുകയാണ്. ഹൗദിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഒരു അമ്പ് വന്ന് ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു. ഒരു അമ്പ് തുളച്ചങ്ങ് കയറി. അതോടുകൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സങ്കടത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഹാരിസയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ആ ഹാരിസ സ്വർഗത്തിലാണോ? എങ്കിൽ ഞാൻ ക്ഷമിക്കും, അല്ല എങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അല്ലയോ യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ ഉമ്മയെ, സ്വർഗത്തിൽ ധാരാളം തട്ടുകളുണ്ട് എന്നത് ഹഖാണല്ലോ, അത് യാഥാർത്ഥ്യമാണല്ലോ. നിങ്ങളുടെ മകൻ അതിലെ ഏറ്റവും ഉയർന്ന തട്ടായ ഫിർദൗസിലാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അൻസാറുകളിൽപ്പെട്ട രണ്ടാമത്തെ ആളാരാണ്? റാഫിഅ ബിനുൽ മുഅല്ല അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. അവർ ആരാണ്? ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. യുദ്ധം ശക്തിപ്പെട്ടപ്പോൾ അണിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ധീരമായി പോരാടി അവസാനം ഇക്രിമത്ത് ബിനു അബീ ജഹൽ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അങ്ങനെ റാഫിഅ ബിനുൽ മുഅല്ല അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ഷഹീദായി ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇക്രിമ അന്ന് മറുകക്ഷിയാണ്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 3 സഅദ് ബിൻ ഖൈസം അൽ ഔസി റളിയല്ലാഹു അൻഹു. അൻസാരികളിൽപ്പെട്ട മൂന്നാമത്തെ ആൾ സഅദ് ബിൻ ഖൈസം അൽ ഔസി റളിയല്ലാഹു അൻഹു. ആരാണവർ? മിനയുടെ അടുത്ത് അഖബ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്ന 73 പുരുഷന്മാരുണ്ട്, 2 സ്ത്രീകളുമുണ്ട്. ആ 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന അൻസാരികളെ ഏറ്റെടുത്തവരായിരുന്നു സഅദ് ബിൻ ഖൈസം അൽ ഔസി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നും അവർ ഉടമ്പടി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ നിന്നും 12 നേതാക്കളെ തെരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരു നേതാവായിരുന്നു സഅദ് ബിൻ ഖൈസം റളിയല്ലാഹു അൻഹു. അങ്ങനെ ബദർ യുദ്ധത്തിലേക്കുള്ള വിളിയാണ് മുഴങ്ങിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഖൈസമ റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും ആരാണ്? ഖൈസമ റളിയല്ലാഹു അൻഹു പിതാവാണ്, സഅദ് റളിയല്ലാഹു അൻഹു മകനാണ്. രണ്ടുപേരും മുന്നോട്ട് വന്നു. ഞാൻ പോകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം, അങ്ങനെ രണ്ടാളും വരണ്ട, രണ്ടിൽ ഒരാൾ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മദീനയിൽ തന്നെ നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും പറയുന്നു, നബിയെ ഞാൻ പോരാം. അങ്ങനെ ഉണ്ടല്ലോ,
രണ്ടാളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഇതെന്തിനാണ്? യുദ്ധത്തിന് വേണ്ടിയാണ്. യുദ്ധത്തിന് വേണ്ടി വന്നാലോ സ്വന്തം ശരീരം പോലും തിരിച്ചു വരുമോ എന്ന് പ്രതീക്ഷയില്ലാത്ത സമര പോരാട്ടത്തിന് വേണ്ടിയാണ് അവര് തയ്യാറാവുന്നത്. അങ്ങനെ അവര് തയ്യാറായി. രണ്ടുപേരും തയ്യാറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നറുക്കിടാം. അവസാനം നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് ആർക്കാണ്? സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. സഅദ് റളിയല്ലാഹു അൻഹു മകനാണ്. വാപ്പാക്ക് അപ്പോൾ കിട്ടിയില്ല, ചാൻസ് കിട്ടിയില്ല. ആ നറുക്ക് കിട്ടിയപ്പോൾ സഅദിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അങ്ങനെ സന്തോഷിച്ചപ്പോൾ ഖൈസമ എന്ന് പറയുന്ന പിതാവ് ഖൈസമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ മോനെ സഅദേ, ഞാൻ പോകാം മോനെ, നീ ഇവിടെ ഇരുന്നോ? പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, അല്ലയോ ബാപ്പാ, ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗം നേടാനാണ്. എനിക്ക് ഷഹാദത്ത് എന്ന സർട്ടിഫിക്കറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കാനാ ഞാൻ ഈ പോകുന്നത് എന്ന് ഉപ്പയോട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, ഉപ്പാ, സ്വർഗമല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചാൻസ് തന്നിരുന്നു, പക്ഷേ ഈ ചാൻസ് ഞാൻ തന്നെ നേടിയെടുക്കും എന്നും പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പോർക്കളത്തിലേക്ക് നീങ്ങുന്നു. ധീരമായി പോരാടുന്നു. അവിടെ അതാ ഷഹീദായി ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. തുഐമത്ത് ബിനു അമീർ എന്ന് പറയുന്ന തുഐമത്ത് ബിനു അദീൽ എന്ന ആളാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇനി അൻസ്വാറുകളിൽപ്പെട്ട നാലാമത്തെ ആള് ആരാണത്? ഉമയ്ർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. ഉമയ്ർ ഇബ്നുൽ ഹുമാം ആരാണ്? ഉമയ്ർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഷഹീദാവണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഷഹീദാകണം എന്ന് കൊതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും എത്തുന്നതിന് മുമ്പ് തന്നെ മുശ്രിക്കീങ്ങൾ ബദറിലെത്തിയിരുന്നു. ആ സമയത്ത് മുശ്രിക്കീങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളാരും മുന്നിലേക്ക് പോകരുത്, ഞാൻ അവന്റെ മുൻവശത്തുണ്ടാകുന്നത് വരെ ആരും മുന്നോട്ട് കടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു വഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സൂറത്ത് ആല ഇംറാനിലെ 133ാമത്തെ ആയത്താണ്. വസാരിഊ, നിങ്ങൾ ഉളരുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗത്തിലേക്ക്, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിലെ 133ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുനാദാ ഫിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? ഖുമൂ ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എണീറ്റ് വരൂ മുഅ്മിനീങ്ങളെ. വിളിയാളമാണ്. ആ വിളിയാളം കേട്ടപ്പോൾ ഫലമ്മാ സമിഅ ഹാദിഹിൽ ജുംല, ഈ വാചകം ഇങ്ങനെ കേൾക്കുകയാണ്. ആര്? അസ്വഹാബിയു, സ്വഹാബിയായ ഉമയ്ർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു കേട്ടു. ഖാല മുതഅജ്ജബ, അത്ഭുതത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, അർദുഹാ അസ്സമാവാതു വൽ അർദു, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗമോ എന്നൊരൊറ്റ ചോദ്യം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, നഅം, അതെ, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം തന്നെ. അപ്പോൾ സന്തോഷം കൊണ്ട്
ഉമയ്ർ ഇബ്നുൽ ഹുമാമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, ബഖിൻ 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 ബഖിൻ, അങ്ങനെ ഒരു ശബ്ദം ഉച്ചരിച്ചു. ഫഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ, അല്ലയോ ഉമൈറേ, നീ ബഖിൻ ബഖിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം ഉച്ചരിച്ചല്ലോ, എന്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോയാണ് ഉമൈറിന്റെ മറുപടി, റജാഉ അൻ അകൂന മിൻ അഹ്ലിഹാ, അല്ലയോ നബിയേ, ഞാനും ആ സ്വർഗാവകാശികളിൽ പെടാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് നബിയേ. അപ്പൊ എന്തൊരു ആഗ്രഹമാണ്! മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അടിയുറച്ച് നിന്ന് പതറാത്ത ഈമാനുമായി പോരാടാനുള്ള ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, അല്ലയോ ഉമൈറേ, തീർച്ചയായും നീ മിൻ അഹ്ലിഹാ, നീയും സ്വർഗാവകാശികളിൽ പെട്ട ആളാണ്. അപ്പോൾ ഫതഖദ്ദമ റജുലു, ആ സ്വഹാബി ഒന്ന് മുന്നോട്ട് വന്നു. എന്ന് മാത്രമല്ല, മഹാനവറുകളുടെ കയ്യിൽ അല്പം കാരക്കയുണ്ടായിരുന്നു. ആ കാരക്ക ഇങ്ങനെ തിന്നാൻ തുടങ്ങിയപ്പോ പിന്നെ മഹാനവറുകൾ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഈ അല്പം കാരക്ക തിന്നുന്ന ഈ സമയമുണ്ടല്ലോ, ആ സമയം ഞാൻ ഈ തിന്നുന്ന സമയം അതൊരു ദീർഘമായ സമയമാണ്, അത് ഒരു ദീർഘമായ ജീവിതമായിരിക്കുമല്ലോ. എന്നാൽ എനിക്ക് അതിനേക്കാളും നല്ല സമയം എനിക്ക് പോരാടലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ, അതിനുവേണ്ടി പോരാടലാണല്ലോ. ഈ കാരക്ക തിന്നുന്നതിനേക്കാളും എനിക്ക് ആ സമയം ചെലവഴിക്കാൻ നല്ലത് എന്നും മനസ്സിലാക്കിയ മഹാനവറുകൾ ആ കാരക്ക അവിടെ തന്നെ ഇട്ടുകൊണ്ടുപോടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അതാ ഓടി ബദർ രണാങ്കണത്തിലേക്ക് പോകുന്നു. ബദർ രണാങ്കണത്തിൽ ചെന്ന് നന്നായി ധീരമായി പോരാടുകയാണ്. ധീരമായി പോരാടിയതിനു ശേഷം മഹാനവറുകളും ഈ ലോകത്തോട് വിട പറയുന്നു. ഷഹീദായി മഹാനവറുകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഷഹീദായി ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇനി അവരെ വധിക്കപ്പെട്ടത് ഖുസ്മാൻ എന്ന കപട വിശ്വാസിയാണ്. ആ കപട വിശ്വാസിയാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടത്. അഞ്ചാമത്തേതാരാണ്? ഔഫ് ബിനുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ആണ്. ആറാമത്തേതാരാണ്? മുഅവ്വിദ് ബിനുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരും ഔഫ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളാണ്. ഈ രണ്ട് മക്കളും കൊതിക്കുന്നത് ഷഹീദാവാൻ വേണ്ടിയിട്ടാണ്. ആ രണ്ട് മക്കളും കൊതിച്ചതുപോലെ അവർ ഷഹീദാകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്. മഹാനായ ഔഫ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്ക് പോയി പോരാടി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അങ്കിയില്ലാതെ തുറന്ന കൈകളാൽ പോരാടലാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ അണിഞ്ഞൊരുങ്ങി വന്ന ആ അങ്കി അയച്ചു മാറ്റി അതേ വാളും പിടിച്ച് മഹാനവറുകൾ പോരാടുന്നു. അങ്ങനെ രണാങ്കണത്തിൽ പോയി രക്തസാക്ഷിയായ മഹാനായ ഔഫ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. 7 യസീദ് ബിനുൽ ഹാരിസ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. 8 മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻസിർ അൽ ഔസി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അൻസാരികളിൽപ്പെട്ട 8 പേരും അതുപോലെ നേരത്തെ പറഞ്ഞ മുഹാജിറുകളിൽപ്പെട്ട 6 പേരും 6 + 8 = 14. അങ്ങനെ 14 പേരാണ് ബദർ രണാങ്കണത്തിൽ ഷഹീദായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനെ. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് ഷഹീദ് എന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അവരെ സ്നേഹിച്ചത് കൊണ്ട്, അവരെ പിൻപറ്റി അവരുടെ ബദർ ആണ്ട് നേർച്ച നടത്തിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ആ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബദർ പതി ശുജാഅത്ത് ദീനിൽ തിളങ്ങുന്ന ബഹുമാന്യർ ബദർ ശുഹദാക്കളെ, ബഹുമതിയേറും റമളാനിൽ 14
ബദറുദി തെളിയിച്ച ധീരരേ ബദർ പതി ശുജാഅത്ത് ദീനിൽ തിളങ്ങുന്ന ബഹുമാന്യർ ബദർ ശുഹദാക്കളെ ബഹുമതി റമളാനിൽ പതിനേൽ ബഹുമതി തെളിയിച്ച ധീരരേ കൽബിലെ ചഞ്ചല വിശ്വാസത്തിൽ കാന്തശക്തി പോരാടി കല്ലും മുള്ളുകളെല്ലാം താണ്ടി അവിടെ ധീരം പോരാടി കൽബിലെ ചഞ്ചല വിശ്വാസത്തിൽ കാന്തശക്തി പോരാടി കല്ലും മുള്ളുകളെല്ലാം താണ്ടി അവിടെ ധീരം പോരാടി അടർക്കള്ളം വിറപ്പിച്ച വീര ചരിത്രത്തിൽ അണപട്ടി ഒഴുകുന്ന ശൂരത ഇടർന്ന ഈമാനിന്റെ തേരിൽ നടക്കുന്ന ഞങ്ങൾക്ക് കരുത്തേകി കാക്കണേ ഞങ്ങൾക്ക് കരുത്തേകി കാക്കണേ